എല്ലാവർക്കും മലയാളം ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. ഇന്ന് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് ഹീറ്റാക്കുന്ന അല്ലെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഹാങ് ആക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിടാൻ കഴിയുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇതുവഴി നമ്മുടെ ബാറ്ററി ബാക്കപ്പൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസിനകത്തുള്ള പ്ലേ സ്റ്റോറിനകത്ത് കയറാം. എന്നിട്ട് ഗ്രീനിഫൈ എന്ന് ടൈപ്പ് ചെയ്യുക. ഗ്രീനിഫൈ GREENIFY എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെർച്ച് റിസൾട്ടുകൾ കിട്ടും. അതിൽ ഏറ്റവും ആദ്യത്തെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഒരു ലീഫിൻ്റെ പിക്ചറാണ് അവരുടെ ഐക്കൺ എന്ന് പറയുന്നത്. സോ അത് സെലക്ട് ചെയ്ത് ഈ കാണുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു സൈസിലുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ്. ഇതിപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ മെനുവിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാം, ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മെനുവിൽ കാണാൻ പറ്റും. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പെർമിഷൻ റിക്വസ്റ്റുകൾ ചോദിക്കും. അതായത് ഈ ആപ്പ് റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് പെർമിഷൻസ് ആവശ്യമായിട്ടുണ്ട്. ഈ കാണുന്ന ആൻഡ്രോയിഡ് ഡിവൈസ് ഒരു മാഷ്മാലോയിൽ റൺ ചെയ്യുന്നൊരു ഫോണാണ്. സോ ഞാനിത് പെർമിറ്റ് യൂസേജ് ആക്സസ് ഒക്കെ എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാണാം, ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു പ്ലസ് ചിഹ്നം പോലെ ഒരു ചിഹ്നം കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. അതിൽ നിങ്ങൾ നോ മോർ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് ഇവിടെ തെളിഞ്ഞു വരും. അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഓട്ടോ ഹൈബർനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഇതെല്ലാം സെലക്ട് ചെയ്യണം. എല്ലാ ആപ്ലിക്കേഷൻസും സെലക്ട് ചെയ്യണം. എല്ലാ ആപ്ലിക്കേഷനും സെലക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത്, അതായത് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ടിക്ക് ചെയ്യാതിരിക്കുക. ഇനി ഒരു ടിക്ക് ബട്ടൺ കണ്ടു, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 3Z എന്ന് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഹൈബർനേറ്റ് ബട്ടൺ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നേ ഇപ്പോൾ നമ്മളെ ഫോണിനകത്ത് എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ സെലക്ട് ചെയ്തു. ഇനി AZ സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. അത് ഞാൻ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ ഇടുന്നില്ല. സോ അതുകൊണ്ട് ഞാനത് ഗ്രീനിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഒരു എന്താ പറയുക, പെർമിഷൻ നമ്മൾ എനേബിളായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീനിഫൈ ഓട്ടോമാറ്റിക് ഹൈബർനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഞാൻ എനേബിൾ ചെയ്തു. ഇനി നമ്മൾ ഹൈബർനേറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് ക്ലോസ് ആവുന്നത്. അതിൽ ചില ആപ്ലിക്കേഷൻസ് മാത്രം മാനുവലായിട്ട് നമ്മൾ വൺ ടൈം നമ്മളത് ഹൈബർനേറ്റ് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് ഒന്നുമില്ല, ആ ആപ്പ് സെലക്ട് ചെയ്ത് ആ ഹൈബർനേറ്റ് ബട്ടൺ ജസ്റ്റ് ആ കാണുന്ന 3Z എഴുതിയ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഒരു ആപ്ലിക്കേഷൻസും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നില്ല. എല്ലാ ആപ്ലിക്കേഷൻസും ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് ഇടുന്നത് കുറയ്ക്കണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ വാട്സപ്പ്, എനിക്ക് എപ്പോഴും വാട്സപ്പ് ഓൺലൈനായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് ഗ്രീനിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഗ്രീനിഫൈ ചെയ്യും. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നിങ്ങൾ ആ ലിസ്റ്റിൽ നമുക്ക് വാട്സപ്പ് കാണാനില്ല. സോ നമ്മൾ ആ പ്ലസ് ബട്ടൺ ഞെക്കുമ്പോൾ, ആഡ് ചെയ്യുന്ന വേണ്ടിയുള്ള ലിസ്റ്റ് ഞെക്കുമ്പോൾ അതിൽ വാട്സപ്പ് ഉണ്ട്. സോ ഇപ്പോൾ ഞാൻ വീണ്ടും അത് നമ്മുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നോ ആപ്ലിക്കേഷൻസ് നീഡ് ടു ഹൈബർനേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. സോ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിടാം നമ്മുടെ നമ്മുടെ ആപ്ലിക്കേഷൻസൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നെറ്റ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിടാം. ഇപ്പം ഞാൻ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെറുതെ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഞാൻ തുറന്നു. ഇനി ഗ്രീനിഫൈ തുറന്നിട്ട് ഞാൻ ഹൈബർനേറ്റ് ഞെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫോഴ്സ് സ്റ്റോപ്പ് ആയി പോവുകയാണ് ആപ്ലിക്കേഷൻ. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല.
റൂട്ട് ചെയ്യാത്ത ഫോണിലൊക്കെ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പം നോക്കൂ, ഞാനൊരു ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് അത് മിനിമൈസ് ചെയ്തു. ഇനി ഹൈബർനേറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ഇതൊന്ന് ഒരു പെൻഡിങ് മാനുവൽ കാലിബ്രേഷൻ നീഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനത് ഒന്നും കൂടെ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വിഡ്ജറ്റുകൾ, അതായത് ഗ്രീനിഫൈയുടെ വിഡ്ജറ്റുകൾ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുകയാണ്. 2 വിഡ്ജറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹൈബർനേറ്റ് നൗ എന്ന് പറയുന്നതും, അതായത് നമ്മുടെ സ്ക്രീൻ ഓഫ് പ്ലസ് ഹൈബർനേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഹൈബർനേറ്റ് നൗ എന്ന് പറയുന്ന വിഡ്ജറ്റ് ചെയ്യുന്നത്, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് ഈ ഹൈബർനേറ്റ് നൗ എന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആ ലിസ്റ്റിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിപ്പോവും. അതായത് ആ ആപ്ലിക്കേഷൻസ് പിന്നെ നമ്മളെപ്പോഴാണോ ആപ്ലിക്കേഷൻ തുറക്കുന്ന ആ സമയത്ത് മാത്രമേ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനകത്ത് റൺ ചെയ്യുള്ളൂ. അല്ലാത്ത സമയം അത് ഓഫായി കിടക്കും. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഡാറ്റ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ ഹൈബർനേറ്റ് ലോക്ക് സ്ക്രീൻ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്ക്രീൻ ഓഫായിരിക്കുകയാണ്, സ്ക്രീൻ ലോക്കാവും. ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ക്ലോസ് ആവുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇപ്പോൾ ഈ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ 2 വിഡ്ജറ്റുകളും നിങ്ങളെ ഹോം സ്ക്രീനിലേക്ക് ഇടാം. നിങ്ങൾക്ക് കാണാം ഒരുപാട് വലിയ രീതിയിലുള്ള ചേഞ്ച് ഗ്രീനിഫൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാറ്ററി ബാക്കപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. കാര്യം ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നത് മൂലം നമുക്ക് ഒരുപാട് ചാർജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പവർ ഒരുപാട് നഷ്ടമാകുന്നുണ്ട്. അതൊക്കെ ഈ ഹൈബർനേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കുറയ്ക്കാവുന്നതാണ്. സോ നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ തുറന്നിട്ടു. നിങ്ങൾക്ക് കാണാം, ഞാനൊരു EZ ഫയൽ എക്സ്പ്ലോറർ തുറന്നു. ഇനി നോക്കുമ്പോൾ കാണാം പെൻഡിങ് മാനുവൽ കാലിബ്രേഷൻ എന്ന് കാണുന്നുണ്ട്. കണ്ടോ, പെൻഡിങ് മാനുവൽ ഹൈബർനേഷൻ എന്ന് കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാനുവലായിട്ട് തന്നെ ഹൈബർനേറ്റ് ചെയ്തിടാം. അങ്ങനെ ചെയ്തിട്ടാൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടാൽ പിന്നെ നമ്മൾ വേറെ ഏത് ആപ്ലിക്കേഷൻ എപ്പോഴും തുറക്കുമ്പോഴും കുഴപ്പമില്ല. നമ്മളത് ഹൈബർനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോവും. ഇപ്പോൾ കാണുന്ന Z, അതുപോലെ റെയിൽ യാത്രി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ പെൻഡിങ് മാനുവൽ ഹൈബർനേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടക്കുകയാണ്. സോ ഇനി ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹൈബർനേറ്റ് ആയിക്കോളും. സോ ഇനി നിങ്ങൾക്ക് കാണാം ഗ്രീനിഫൈ റൂട്ട് ചെയ്ത ഫോണുകളിനകത്ത് നിങ്ങൾക്ക് വർക്കിംഗ് മോഡ് റൂട്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസ് തുറന്നു വരുന്നു, അത് ഫോർ സ്റ്റോപ്പ് ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഓട്ടോമാറ്റഡ് ഹൈബർനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഹൈബർനേറ്റ് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും ക്ലോസ് ആയി പോകുന്നതാണ്. അതാണ് റൂട്ട് ചെയ്ത ഫോണുകളുടെ ഒരു മെച്ചം പറയുന്നത്. നിങ്ങൾക്ക് റൂട്ട് ചെയ്യാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനലിൽ തൊട്ട് മുന്നുള്ള വീഡിയോ കാണാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ റൂട്ട് ചെയ്യാം, അതുപോലെ റൂട്ടിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്താണ് ഈ റൂട്ടിങ്ങിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത്. സോ ഗ്രീനിഫൈയും 100% റൂട്ട് ചെയ്ത ഫോണുകൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഫോണാണ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മലയാളം ടെക് ടോക്സ് എന്ന യൂട്യൂബിൽ കയറിയിട്ട് നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് റൂട്ടിങ്ങിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ട് മാക്സിമം എല്ലാവർക്കും വേണ്ടി അത് ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. കാര്യം ഇത് എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. സോ താങ്ക് യു.